ശ്രീജ, വി എസിനെ പുന്നപ്രയുടെ മകനെന്നും പുന്നപ്രയുടെ സമരനായകനെന്നും ഒക്കെ വിശേഷിപ്പിക്കാം. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കർമ്മഭൂമി ഏതാണ്ട് 6 പതിറ്റാണ്ടിലേറെ തിരുവനന്തപുരമായിരുന്നു, തലസ്ഥാനമായിരുന്നു. ആ തലസ്ഥാനമാണ് ഇപ്പോൾ വി എസിന് വിട ചൊല്ലുന്നത്. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഇപ്പോൾ നിയമസഭ പിന്നിട്ട് പാളയത്തേക്ക് എത്തുകയാണ്. പാളയത്തും വി എസിനെ ഓർമ്മിപ്പിക്കാൻ പാളയ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ എത്രയോ സമരങ്ങൾ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ഉൾപ്പെടെയുള്ള എത്രയോ സമരങ്ങൾക്ക് വി എസ് അവിടെ എത്തിയിരിക്കുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് തൊട്ടു മുന്നിൽ സ്വദേശാഭിമാനിയുടെ ഒരു പ്രതിമയുണ്ട്. ആ സ്വദേശാഭിമാനി പ്രതിമ അവിടെ വരാൻ കാരണക്കാരൻ തന്നെ വി എസ് ആണ്. അന്ന് സ്വദേശാഭിമാനിയുടെ പ്രതിമ നേരത്തെ ഏരീസ് ഓഫീസിന്റെ മുൻവശം ആ കോമ്പൗണ്ടിലായിരുന്നു സ്വദേശാഭിമാനി പ്രതിമ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥലമേറ്റെടുക്കുമ്പോൾ പ്രതിമ മാറ്റേണ്ടി വന്നു. മറ്റു സ്ഥലത്ത് വയ്ക്കാനില്ലാത്ത അവസ്ഥ വന്നു. അന്ന് പത്രപ്രവർത്തക നേതാക്കൾ വി എസ് മുഖ്യമന്ത്രിയായ അദ്ദേഹം പറഞ്ഞു, സ്വദേശാഭിമാനിയുടെ പ്രതിമയ്ക്ക് സ്ഥലമില്ല, നിങ്ങളൊരു സ്ഥലം കണ്ടെത്തൂ എന്ന് പറയുകയും അത് പിന്നീട് പത്രപ്രവർത്തക യൂണിയൻ നേതാക്കൾ ഈ സ്ഥലം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അവിടെ വി എസ് അന്ന് വൈകിട്ട് വി എസ് എന്ന ഭരണാധികാരിയെ പലപ്പോഴും നമ്മൾ ആ രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. വി എസിന്റെ ഭരണാധികാരി അത് അദ്ദേഹം നേരിട്ട് അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങുന്നു. ആ സ്ഥലം കണ്ടെത്തുന്നത് മറ്റൊരു നേതാവിന്റെ പ്രതിമ വയ്ക്കാൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലമായിരുന്നു. പക്ഷേ അതല്ല, അവിടെ സ്വദേശാഭിമാനിയുടെ പ്രതിമ അവിടെ വരണം, പത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്രയധികം പ്രയത്നിച്ച ആ മഹാന്റെ പ്രതിമ അവിടെ വരണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി വി എസ് അവിടെ ഇറങ്ങുന്നു. അങ്ങനെ അവിടെ സ്വദേശാഭിമാനിയുടെ പ്രതിമ എന്നുള്ളതുപോലെ പ്രസ്താവിക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത് തലസ്ഥാനത്തിന്റെ ഓരോ ഭാഗത്തിനും അത്തരത്തിൽ പല കഥകൾ വി എസിനെ പറ്റി പറയാനുണ്ടാകും. ഇനി അവിടെ നിന്ന് ആ ഭൗതിക മൃതദേഹം കൊണ്ടുള്ള യാത്ര വരേണ്ടത് സെക്രട്ടേറിയറ്റിലേക്കാണ്. സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുന്നിലേക്കാണ്. നമുക്കറിയാം എത്രയോ സമരങ്ങൾ വി എസ് അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവ് നേതൃത്വം എത്രയോ സമരങ്ങൾ നിയമസഭയിൽ പലപ്പോഴും ഈ സമരങ്ങൾ സഭാ സമ്മേളനങ്ങൾ പ്രക്ഷുബ്ധമാകുമ്പോൾ അവിടെ നിന്ന് വി എസ് അച്യുതാനന്ദൻ തന്റെ സഹ MLA-മാരെയും കൂട്ടി ഇറങ്ങിയ ഒരു നടപ്പുണ്ട്. നിയമസഭാ മന്ദിരത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക്, സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിലേക്ക് വി എസ് അച്യുതാനന്ദൻ മാർച്ച് ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സമയത്ത് കൊറോണ സമരത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് വി എസിന്റെ നേതൃത്വത്തിൽ MLA-മാർ മാർച്ച് നടത്തുമ്പോൾ അതിനു നേരെ പോലീസ് ടിയർ ഗ്യാസിൽ പ്രയോഗിച്ച സംഭവമുണ്ട്. അവിടെ പല നേതാക്കളും കുഴഞ്ഞു വീഴുമ്പോഴും അക്ഷോഭ്യനായി വി എസ് ആ സമര രംഗത്ത് നിലയുറപ്പിച്ച് നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്രയോ സമരങ്ങൾ വി എസിന്റെ കാലടി പതിയാത്ത ഒരു മണ്ണും ഈ തലസ്ഥാനത്തുണ്ടാകില്ല. തലസ്ഥാനത്തിന്റെ മലയോര മേഖലകളിൽ തുടങ്ങി തീരമേഖലയിൽ വരെ വി എസ് നയിച്ച സമരങ്ങളുണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് കോവളം കൊട്ടാരം. തലസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ വി എസ് ഏറ്റവും വലിയ സമര ഏടുകളിൽ ഒന്ന് കോവളം കൊട്ടാരം സമരമായിരുന്നു. അക്ഷാർന്നത്തെ നിവേഹ പ്രവർത്തകരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് ജില്ലാ സെക്രട്ടറിയായ M വിജയകുമാറിനൊപ്പം വി എസ് കോവളത്തേക്ക് ഒരു മാർച്ച് നടത്തി. മാർച്ച് എന്ന് പറയാൻ കഴിയില്ല, അവിടെ ചെന്ന് കയ്യേറ്റങ്ങൾ കാണുകയും കോവളം കൊട്ടാരം ബന്ധപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാനോ നിയമ നടപടികൾക്ക് വി എസ് തുടക്കം കുറിച്ചു. അവിടെ സ്വകാര്യ റിസോർട്ടുകളുടെ വലിയൊരു ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ അതെല്ലാം ഒരു പക്ഷേ നിയമവിധേയമെന്ന് നമ്മൾ തന്നെ എല്ലാവരും പറയുന്നതാണ്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. തീരം കയ്യേറിയ സ്വകാര്യ റിസോർട്ട് ലോബിക്ക് വലിയ രീതിയിലുള്ള ശക്തമായ സമരം വന്ന് വി എസ് നേതൃത്വത്തിലൂടെ നടന്നിരുന്നു. കോവളം കൊട്ടാരത്തിനെതിരെ വി എസ് നടത്തിയ നിയമ പോരാട്ടവും ഐതിഹാസികമാണ്. ഒരുപക്ഷെ അദ്ദേഹം വിജയിക്കാതെ പോയ പല പോരാട്ടങ്ങളിൽ ഒന്നായി അതിനെയും കണക്കാക്കേണ്ടി വരും. കോവളം കൊട്ടാരത്തിന് വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായ എതിർപ്പ് അന്ന് സ്വകാര്യ മുതലാളി കൈമാറുന്ന വലിയ എതിർപ്പ് വരുമ്പോഴും വി എസ് നിയമ നടപടികളെ മുന്നോട്ട് പോയിരുന്നു. അവസാനം കോടതി വിധിയായപ്പോഴാണ് വി എസ് ആ പോരാട്ടം അവിടെ അവസാനിപ്പിച്ചത്. അങ്ങനെ എത്രയോ സമര പോരാട്ടങ്ങൾ, നിയമ പോരാട്ടങ്ങൾ വി എസ് മുന്നിൽ നിന്ന് നയിച്ച സ്ഥലം കൂടിയാണ് തലസ്ഥാനം. ആ തലസ്ഥാനമാണ് വി എസ് എന്ന സമരനായകന്, വി എസ് എന്ന ഭരണാധികാരിക്ക്, വി എസ് എന്ന പ്രതിപക്ഷ നേതാവിന് യാത്രാമൊഴി നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന മുഖം കേരളം നിരവധി പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ആദ്യം ജനങ്ങൾക്ക് ഓർമ്മ വരുന്ന മുഖമായി വി എസ് മാറി. വി എസ് എന്നും പ്രതിപക്ഷത്തായിരുന്നു, അല്ലെങ്കിൽ ജനപക്ഷത്തായിരുന്നു. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും പല തീരുമാനങ്ങളും സർക്കാർ തീരുമാനങ്ങൾ ജനങ്ങൾക്കെതിരെന്ന് കണ്ടാൽ അവിടെ വി എസ് അവിടെ ഒരു പ്രതിപക്ഷ നേതാവായി കൂടി മാറിയിരുന്നു. നമുക്കറിയാം CPM-ന്റെ എല്ലാ മുഖ്യമന്ത്രിമാരിലും കൃത്യമായ നിയന്ത്രണം പാർട്ടിക്കുണ്ടാകും. അത് ഒരുപക്ഷെ ഇല്ലാതെ പോകുന്നതും പാർട്ടി തന്നെ മുഖ്യമന്ത്രി തന്നെ പാർട്ടിയെ മാറിയതും പിണറായി വിജയന്റെ കാലത്ത് മാത്രമായിരിക്കും. പക്ഷെ വി എസിന്റെ കാലത്ത് അക്ഷരാർത്ഥത്തിൽ വി എസ് ആ രീതിയിൽ കെട്ടിയിടപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ആ തീരുമാനങ്ങൾ പലപ്പോഴും അദ്ദേഹം ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോഴൊക്കെ അദ്ദേഹം അവിടെ ഒരു പ്രതിപക്ഷമായി മാറി. പ്രതിപക്ഷ നേതാവ്
വി ഡി സതീശന്റെ അനുസ്മരണത്തിൽ ഒരു വാക്ക് ഏറ്റവും ശ്രദ്ധേയമാണ്. പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനൊപ്പം നിന്ന് തിരുത്തി മുന്നോട്ട് പോയ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന അത്തരത്തിൽ കൂടി വി എസ് ഓർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഈ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് അധികം വൈകാതെ വി എസിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിരാമയാത്ര എത്തും. അക്ഷരാർത്ഥത്തിൽ കേരളം കണ്ണീരോടെ യാത്ര നൽകുകയാണ്. കേരളത്തിന്റെ ഏറ്റവും കരുത്തനായ, ശക്തനായ, ജനകീയനായ മുഖ്യമന്ത്രിക്ക്, പ്രതിപക്ഷ നേതാവിന് സാധാരണക്കാരുടെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് എപ്പോഴും അതിനുവേണ്ടി അഹോരാത്രം എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് പോരാടിയ വി എസിന് കണ്ണേ കണ്ണേ എന്ന സി.പി.എം പ്രവർത്തകർ മലയാളികൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വി എസിന് വേണ്ടി മാത്രമായിരിക്കണം. കണ്ണേ കണ്ണേ എന്ന് വിളിച്ചാൽ അടുത്ത വാക്ക് വി എസ് എന്ന് മാത്രമായി മലയാളികളുടെ മനസ്സിൽ ആ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടതുമാണ്. ഏതായാലും അങ്ങനെയുള്ള വി എസിനെയാണ് ഇപ്പോൾ കേരളം യാത്രാമൊഴി നൽകുന്നത്. ആ വി എസിനെ കാണാനാണ് ഇന്നലെ രാത്രി മുതൽ വലിയ ജനക്കൂട്ടം ഇരമ്പിയാർത്തത്. അത് SUT ആശുപത്രി മുതൽ അദ്ദേഹത്തിന്റെ കർമ്മമേഖലയായിരുന്ന AKG സെന്ററിലേക്ക് വരെ. AKG സെന്ററിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും വി എസ് എന്ന്. പരാജയം ഭക്ഷിച്ച് ജീവിച്ച നേതാവെന്ന് MN വിജയൻ വി എസിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയവും പരാജയങ്ങളും ഒക്കെ ഒരുപോലെ സാക്ഷിയായ ഓഫീസാണ് AKG സെന്റർ. പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും മുന്നണി കൺവീനർ എന്ന നിലയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലും ഒക്കെ വി എസ് നിറഞ്ഞാടിയ സംസ്ഥാന CPM-ന്റെ സംസ്ഥാന സമിതി ആസ്ഥാനം. അവിടേക്ക് തന്നെ വി എസിനെ എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ എങ്ങനെ ഇത്രയധികം ഊർജം വി എസിന് ഈ പ്രായത്തിൽ ഉണ്ടാകി അവസാന ഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നുവെന്ന് എല്ലാവരും അത്ഭുതത്തോട് ചിന്തിച്ചിരുന്നു. അങ്ങനെയുള്ള ജനനായകന് വിട നൽകാൻ ഇന്നലെ പാർട്ടി പ്രവർത്തകർ ഈ AKG ഹാളിന് മുന്നിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോൾ മുതലുള്ള അവരുടെ മുട്ടുമാറുച്ചത്തിലുള്ള മുദ്രാവാക്യം വിളി, എങ്ങനെ ഇത്രയധികം മണിക്കൂറുകൾ ആ ജനക്കൂട്ടത്തിന് തങ്ങളുടെ നേതാവിന് വേണ്ടി അങ്ങനെ മുദ്രാവാക്യം വിളിക്കാനുള്ള ഊർജ്ജം എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു പോകുന്ന സന്ദർഭമായിരുന്നു അത്. അവിടെ നിന്ന് വി എസിന്റെ വസതിയിലേക്ക്, ലോ കോളേജിലെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമ്പോഴും ജനക്കൂട്ടം നൂറുകണക്കിന് പേർ, ആയിരക്കണക്കിന് പേർ അപ്പോഴും വി എസിനെ കാണാൻ കഴിയാതെ AKG സെന്ററിന് പുറത്ത് തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അവരോട് പാർട്ടി നേതാക്കൾ പറഞ്ഞത് ഇനി മറ്റു വഴികളില്ല, 11:30 മണിയാകുന്നു, 9 മണിക്ക് അവസാനിപ്പിക്കാൻ നിശ്ചയിക്കുന്ന പൊതുദർശനമായിരുന്നു, ഇനി അതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല, നിങ്ങൾ സഹകരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് വി എസിന്റെ മൃതദേഹം അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ ജനക്കൂട്ടം മടങ്ങിപ്പോയില്ല. അവർ ഈ വി എസിന്റെ ആംബുലൻസിനൊപ്പം വി എസിന്റെ വസതിയിലേക്ക് മുദ്രാവാക്യ വിളികളുമായി കണ്ണീരുമായി വി എസിന്റെ മൃതദേഹം വഹിക്കുന്ന പേടകത്തിനൊപ്പം നടന്നു നീങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ ആൾക്കൂട്ടം വല്ലാതെ തടിച്ചുകൂടുമ്പോൾ CPM നേതാക്കൾ പ്രത്യേകിച്ച് MV ജയരാജൻ അവിടെ മൈക്കിൽ വെക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞത് സഖാക്കൾ തിരിഞ്ഞു പോകണം, ഈ വി എസിന്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രം ദർശനത്തിലുള്ള സൗകര്യമാണ്, അദ്ദേഹത്തെ കാണാനുള്ള സൗകര്യമാണ്, വീട്ടിലേക്ക് പല പരിമിതികളുണ്ട് എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ടി വന്നു. അങ്ങനെ അപ്പോഴും തിരിഞ്ഞു പോകാതെ പിന്നീടും മണിക്കൂറുള്ളവർ അവിടെ തിങ്ങി നിറഞ്ഞു. തങ്ങളുടെ നേതാവ് അവസാനമായി ആ വീട്ടിനോട് യാത്ര പറയാനെത്തുമ്പോൾ ആ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ അവസാനം 6 വർഷങ്ങൾ ചെലവഴിച്ച അഴിമതി നയിച്ച സ്ഥലമാണത്. അവിടേക്ക് യാത്ര പറയാനെത്തുമ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് അവിടെ കിടത്തി പോകാൻ കഴിയുമെന്നില്ല CPM-ന്റെ പ്രവർത്തകർക്ക്, വി എസിന്റെ അനുയായികൾക്ക്. അവിടെ അടക്കമുള്ള CPM-ന്റെ ദേശീയ നേതാക്കൾ, ജനറൽ സെക്രട്ടറി MAB അടക്കം നേതാക്കൾ ആ രാത്രിയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നേതാക്കളും പ്രവർത്തകരും എന്ന വ്യത്യാസമില്ലാതെ CPM-ന്റെ മുഴുവൻ സംഘടനാ സ്ഥലത്തിലുള്ളവരും വി എസിന് വേണ്ടി, വി എസിനെ അവസാനമായി കാണാനായി എത്തുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മ ഏതാണ്ട് 2006-ലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. 1967 അദ്ദേഹം MLA ആയി എത്തുന്നു. വി എസിന്റെ പാർലമെന്ററി ജീവിതം തുടക്കം കുറിച്ച നിയമസഭാ മന്ദിരം കൂടിയാണത്. ഇത് സെക്രട്ടറിയുടെ പിന്നിലുള്ള പഴയ നിയമസഭാ മന്ദിരത്തിലാണ് വി എസ് അച്യുതാനന്ദൻ യുവാവ് ആദ്യമായി MLA ആയി നിയമസഭയിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് എത്രയെത്ര പ്രക്ഷോഭങ്ങൾ, എത്രയെത്ര നിയമസഭാ പ്രസംഗങ്ങൾ, പാർലമെന്ററി ജീവിതം, വി എസിന്റെ പാർലമെന്ററി ജീവിതം ഒരുപക്ഷെ ആ രീതിയിൽ എഴുതപ്പെട്ടിരുന്ന സംശയമാണ്. അത്രയധികം പോരാട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ, ജനങ്ങൾക്ക് നിൽക്കുന്ന ശക്തികൾക്കെതിരെ ഒരു മുൻപിൽ നോക്കാതെ ആ മൂർച്ചയേറിയ നാവിന്റെ ചൂടറിഞ്ഞ എത്രയോ നിയമസഭാ പ്രസംഗങ്ങളുണ്ട്. അത് എത്രയോ വാക്കൗട്ട് പ്രസംഗങ്ങൾ, എത്രയോ നിയമസഭാ നടപടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ കേട്ട ആ നിയമസഭാ മന്ദിരം കൂടി ഉൾപ്പെടുന്ന സെക്രട്ടേറിയറ്റിലേക്ക്, തന്റെ കർമ്മഭൂമിയിലേക്ക് കേരളത്തിന്റെ ജനനായകൻ
സ്റ്റേറ്റ് കാറിൽ 1-ാം നമ്പർ കാറിലും പ്രതിപക്ഷ നേതാവിന്റെ കാറിലുമൊക്കെ അദ്ദേഹം വന്നുപോയ കാൽനടയായി 67 MLA ആയ അദ്ദേഹം ഇവിടെ എത്തിയ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട്. ബസ്സിൽ വന്നിറങ്ങി ഒരു ചെറിയ ബാഗുമായി പാളയത്തെ പാർട്ടി ഓഫീസിലേക്ക് നടന്നു വരുമായിരുന്ന VS എന്ന യുവ നേതാവ് അവിടെ നിന്ന് കേരളത്തിന്റെ സമരനായകനായി കേരളത്തിന്റെ കണ്ണും കരളുമായി മാറിയ നേതാവ് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയിലേക്ക് കർമ്മമേഖലയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് അവസാനമായി കടന്നു വരികയാണ്. നമുക്കറിയാം ഒരു സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ആദ്യമായി രാജ്ഭവന് പുറത്തേക്കാക്കിയത് 2006 VS സർക്കാരിന്റെ സത്യപ്രതിജ്ഞയാണ്. അങ്ങനെ രാജ്ഭവന് പുറത്ത് പൊതുജനങ്ങളെ സാക്ഷി നിർത്തി. കാരണം ജനങ്ങളുടെ മന്ത്രിസഭയാണത്, ജനങ്ങളാണ് VS അധികാരത്തിലേറ്റിയത്. അന്ന് VS സീറ്റ് പോലും നിഷേധിച്ചിരുന്നു പാർട്ടി. പക്ഷേ ജനങ്ങൾ തെരുവിലിറങ്ങി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലില്ലാത്ത വിധം ആ സീറ്റ് VS-നായി വാങ്ങിയെടുക്കുകയായിരുന്നു. അങ്ങനെ ആ VS-ന്റെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജനങ്ങളെ മാറ്റി നിർത്താൻ കഴിയുമായിരുന്നില്ല CPM-ന്. അങ്ങനെ ജനങ്ങൾ ഒന്നടങ്കം മാർച്ച് എംപി അന്നത്തെ ഉദ്ഘാടന പരിപാടി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു സർക്കാർ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്ഭവന് പുറത്തേക്ക് പോകേണ്ടി വന്നതും VS-ന്റെ സർക്കാർ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയാണ്.